ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ടെർബോ മൈ തോട്ട്സ്, ടെർബോ മൂവിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ, മൂവി റിവ്യൂ, അതാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ടെർബോ പക്ക മെഗാസ്റ്റാർ ഷോ, അൾട്ടിമേറ്റ് മെഗാസ്റ്റാർ ഷോ എന്ന് പറയാം ടെർബോയെ. ഒരു 72കാരൻ്റെ അഴിഞ്ഞാട്ടം, അതാണ് തിയേറ്ററിൽ കാണുവാൻ സാധിച്ചത്. തിയേറ്റർ പൂരപ്പറമ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ സീക്വൻസും, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ്. അതിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ഡയറക്ടർ വൈശാഖിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം തന്നെ മമ്മൂട്ടിയെ വെച്ചായിരുന്നു. മമ്മൂട്ടിയും പൃഥ്വിരാജും കൂടെയുള്ള പോക്കിരിരാജയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പായ്ക്കാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം എന്ന് പറയുന്നത് 2022 പുറത്തിറങ്ങിയ മോൺസ്റ്റർ ആയിരുന്നു. ചിത്രം പരാജയമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഡെക്കേഡിൽ, അതായത് 2010 തൊട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഡയറക്ടറായിരുന്നു വൈശാഖ്. അതായത് പോക്കിരിരാജ, സീനിയേഴ്സ്, സൗണ്ട് തോമ, മധുരരാജ തുടങ്ങി നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഡയറക്ടറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പായ്ക്കാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണുവാനായിട്ട് സാധിച്ചത്. അതായത് മാസ് സിനിമകളെ നല്ലപോലെ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ മാസ് സിനിമകളെ നല്ലപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡയറക്ടറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പായ്ക്ക് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷനാണ്, നല്ലൊരു മേക്കിംഗ് ആണ്. പിന്നെ മിഥുൻ മാനുവൽ തോമസ്, അദ്ദേഹത്തിൻ്റെതാണ് ഈ ചിത്രത്തിൻ്റെ കഥയെന്ന് പറയുന്നത്. അപ്പോൾ മിഥുൻ മാനുവൽ തോമസ് നമുക്ക് ഉറപ്പായിരുന്നു അദ്ദേഹം ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നമ്മളെ നിരാശപ്പെടുത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് നമുക്കിതിൽ കാണുവാനായിട്ട് സാധിച്ചു. ടെർബോയിൽ ഒരു മാസ് സിനിമ, അതും മമ്മൂട്ടിയെ പോലെ ഒരാളെ വെച്ചൊരു മാസ് സിനിമ എങ്ങനെ കാണിക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു രണ്ടുപേരും കൂടി. അതായത് വൈശാഖും മിഥുൻ മാനുവൽ തോമസും കൂടെ കൈകോർത്തപ്പോൾ നമുക്ക് കിട്ടിയ മെഗാസ്റ്റാറിനെ വെച്ച് നമുക്ക് കിട്ടിയൊരു അടിപൊളി സിനിമയാണ് ടെർബോ എന്നത്. മിഥുൻ മാനുവൽ തോമസ് അവസാനം അബ്രഹാം ഹോസ്ലറിലും അതിലും മമ്മൂട്ടിയുണ്ട്. അദ്ദേഹത്തിനെ നോക്കുമ്പോൾ ആട്, പിന്നെ അഞ്ചാം പാതിര, അങ്ങനെ നല്ല നല്ല ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നമ്മളെ നിരാശപ്പെടുത്തിയില്ല. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ വിഷ്ണു ശർമ്മ. മനോഹരമായ വിഷ്വൽസാണ്. പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് കഥ നടക്കുന്നത്. കേരളത്തിൽ ഇടുക്കിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇടുക്കിയുടെ ആ മനോഹാരിതയും പ്രത്യേകിച്ച് ഏലത്തോട്ടമൊക്കെ, ആ സീക്വൻസൊക്കെ വളരെ നന്നായിരുന്നു. പിന്നീട് തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ചെന്നൈയുടെ ആ ഒരു മനോഹാരിതയും കാര്യങ്ങളുമൊക്കെ വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫർ വിഷ്ണു ശർമ്മ എന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോ സേവിയർ. പ്രത്യേകിച്ച് ഇതിൻ്റെ പാട്ടുകളൊന്നും എനിക്കത്ര വലിയ സുഖിച്ചില്ലെങ്കിലും ഇതിൻ്റെ BGM എന്ന് പറയുന്നത് എൻ്റെ മോനെ വേറെ ലെവൽ BGM ആയിരുന്നു. കാരണം രോമാഞ്ചിഫിക്കേഷൻ തരുന്ന BGM ആണ് നമുക്ക് പല സീക്വൻസും നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്തത് തിയേറ്ററിലിരുന്നപ്പോൾ. BGM അടിപൊളി. പിന്നെ ഇതിൻ്റെ എടുത്തു പറയുന്നത് ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫർ ഫീനിക്സ് പ്രഭു. വളരെ മനോഹരമായിട്ട് അദ്ദേഹമാണ് ഈ സിനിമയെ കൂടുതൽ, അദ്ദേഹത്തിനായിരിക്കും എന്ന് തോന്നുന്നു കൂടുതലും ജോലിയെന്ന് എനിക്ക് തോന്നി ഈ സിനിമയിൽ. കാരണം ഫൈറ്റ് സീക്വൻസ് ആണ്, പൂണ്ട് വിളയാടിയിരിക്കുകയാണ് ഫൈറ്റ് സീക്വൻസ്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി വളരെ മനോഹരമായി ചെയ്തു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം വളരെ മനോഹരമായ ഫൈറ്റ് സീക്വൻസ് ആണ് നമുക്ക് തിയേറ്ററിൽ കാണുവാൻ സാധിച്ചത് ഫീനിക്സ് പ്രഭു. പിന്നെ ഇതിൻ്റെ കഥാപാത്രങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഹീറോ മെഗാസ്റ്റാർ മമ്മൂട്ടി. ഈ പ്രായത്തിലും അദ്ദേഹം തന്നെ കഥാപാത്രങ്ങളോട് കാണിക്കുന്ന ഡെഡിക്കേഷൻ. കാരണം ഈ ഒരു പ്രായത്തിൽ ഇദ്ദേഹത്തിനല്ലാതെ വേറൊരാൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം 72 വയസ്സായി. ആ ഒരു എനർജി, പ്രത്യേകിച്ച് അതിൻ്റെ ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി, ആ ഒരു പോസിറ്റീവ് വൈബ്, തിയേറ്റർ ഇളക്കി മറിക്കുന്ന ആ ഒരു സംഭവം, ഇട്ടിയുടെ വെട്ടിയുടെ പൂരമായിരുന്നു. ഫുള്ള് അട്ടിച്ച് നിരത്തിയാണ് ആന. ആ പടത്തിൽ തന്നെ പറയുന്നുണ്ട്, സിനിമയിൽ തന്നെ ഒരു ഡയലോഗാണ്, ആന കരിമ്പുംകാട്ടി കയറിയ പോലെ തന്നെ. കറക്റ്റായിരുന്നു. ആ ഒരു ഡയലോഗ് കറക്റ്റാണ്. കാരണം ആന കരിമ്പുംകാട്ടി കയറിയ പോലെയാണ്, അടിച്ച് നിരത്തുകയാണ് മെഗാസ്റ്റാർ. അൾട്ടിമേറ്റ് മെഗാസ്റ്റാർ ഷോയാണ് പടം. പക്ക മെഗാഷോയാണ് പടം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസും മൊത്തത്തിൽ ഈ പടത്തിനെ ഇങ്ങനെ തൂക്കി നിർത്തിയത് മമ്മൂട്ടിയാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ അടിപൊളി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാം മെഗാസ്റ്റാറിൻ്റെ. ഇപ്പോൾ സമീപമായിട്ട് അദ്ദേഹത്തിന് തുടരെ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സാണ്. ഏത് ജോണർ എടുത്താലും അദ്ദേഹം ഹിറ്റാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം മാസും
അദ്ദേഹം പണ്ട് ഒത്തിരി മാസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് അച്ചായൻ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോൾ തന്നെ അത് വേറൊരു ലെവലാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം അത് ഒന്നുകൂടി ചെയ്തപ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമാ പ്രേമിക്ക് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകന് കാണുവാനായിട്ട് സാധിച്ചു. പിന്നെ ഇതിലെ വില്ലൻ രാജ്ബി ഷെട്ടി, അതും വേറൊരു മുതലാണ്. അദ്ദേഹത്തിൻ്റെ ഇൻട്രോയൊക്കെ എൻ്റെ മോനെ വേറെ ലെവലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. നായകനോട് കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ, നല്ലൊരു വില്ലനിസം രാജ്ബി ഷെട്ടി ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ മറ്റ് താരങ്ങൾ സുനിലായിക്കോട്ടെ, തെലുങ്ക് താരം സുനിൽ, അദ്ദേഹത്തിൻ്റെ ജോലി വളരെ നന്നായി ചെയ്തു. സുനിൽ, പിന്നെ അഞ്ജന ജയപ്രകാശ്, പിന്നെ ശബരീഷ്, പിന്നെ രാജ്ബി ഷെട്ടിയുടെ സഹായിയായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ കബീർ, മറ്റേ വേതാളം, അജിത്തിൻ്റെ വേതാളത്തിലൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ജോണി ആൻ്റണി, പിന്നെ ബിന്ദു പണിക്കരും മമ്മൂക്കയും തമ്മിലുള്ള ചില കോമ്പിനേഷൻ സീൻസൊക്കെ വളരെ ചിരി പടർത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ വളരെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തു. അങ്ങനെ നീണ്ടുപോകുന്ന കാസ്റ്റിങ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലൊരു സാധനമുണ്ട്, ഒരു റോളക്സ് പോലൊരു സാധനം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ ഒരു സംഭവത്തിന് വേണ്ടി വളരെ വെയിറ്റിംഗ് ആണ്. അതൊരു വെറൈറ്റി കോമ്പിനേഷൻ ആയിരിക്കും അത് നടന്നാൽ. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. ക്ലൈമാക്സിലെ ആ ഒരു റോളക്സ് പോലൊരു സംഭവം സംവിധായകൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെ ഒരു രോമാഞ്ചിഫിക്കേഷൻ നമുക്ക് സമ്മാനിച്ചു. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് വളരെ ഡീസൻ്റായിട്ടൊരു ഫസ്റ്റ് ഹാഫ്, കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ഡീസൻ്റായിട്ടൊരു ഫസ്റ്റ് ഹാഫും. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പടത്തിൻ്റെ ഇതേ അങ്ങ് ചേഞ്ചായി. വേറെ ലെവലിലേക്ക് സെക്കൻഡ് ഹാഫ് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ചേസിങ് സീക്വൻസ്, ഫൈറ്റ് സീക്വൻസൊക്കെ നമ്മളിങ്ങനെ സെക്കൻഡ് ഹാഫ് ഫുള്ള് രോമാഞ്ചിഫിക്കേഷനാണെന്ന് പറയാം. പിന്നെ അവസാനത്തെ ഒരു 30 മിനിറ്റ്, അവസാനത്തെ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. വേറെ ലെവൽ രോമാഞ്ചിഫിക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഹാഫ് വളരെ ഡീസൻ്റായിട്ട് പോയെങ്കിലും സെക്കൻഡ് ഹാഫ് വേറെ ലെവലിൽ കൊണ്ടുവന്നു. ക്ലൈമാക്സിൽ ഒരടിപൊളി സസ്പെൻസും കൂടെ വെച്ചുകൊണ്ട് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡ് കൂടെ തന്നപ്പോൾ എല്ലാം പൂർത്തിയായി. വളരെ സന്തോഷത്തോടു കൂടി കൈയടിച്ചുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയത്. അമ്മാതിരി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. മലയാള സിനിമയുടെ ഒരു പീക്ക് ടൈം എന്ന് പറയാം. കാരണം എടുക്കുന്ന കണ്ടൻറ്റുകളൊക്കെ ഒന്നിനൊന്നിന് മികച്ച കണ്ടൻറ്റുകൾ. മാസ് ആണെങ്കിൽ മാസ്, സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ സെൻറ്റിമെൻറ്റ്സ്, കോമഡി ആണെങ്കിൽ കോമഡി, എല്ലാം ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്ന ഒരു ഗോൾഡൻ പേസിലൂടെയാണ് നമ്മുടെ സിനിമ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ മമ്മൂക്ക തന്നെയാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നതും. കാരണം അദ്ദേഹമാണ് വെറൈറ്റി ജോണറുകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എടുത്തുകൊണ്ട് അതും ഹിറ്റാക്കിയൊരു മുതലാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു മാസ് സാധനം കൂടെ വന്നിട്ട് അതും പ്രേക്ഷകനെ കൈയടിപ്പിച്ചു. കൊള്ളാം, വളരെ മനോഹരമായൊരു അറ്റംപ്റ്റ്. അൾട്ടിമേറ്റ് മെഗാ സ്റ്റാർ ഷോ. സെക്കൻഡ് ഹാഫ് ഫുള്ള് രോമാഞ്ചിഫിക്കേഷനാണ്. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു പടം, വളരെ എൻ്റർടൈൻ ചെയ്ത് കൈയടിച്ച് കാണുവാനായിട്ട്. പ്രത്യേകിച്ച് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. കാരണം അമ്മാതിരി സംഭവങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് കസേരയൊക്കെ എടുത്ത് വെച്ച് അടിക്കുന്ന സീൻസ് ഉണ്ട്. അതിനൊക്കെ തിയേറ്ററിൽ കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഈ പ്രായത്തിലും അദ്ദേഹത്തിന് ആ ഒരു ഡെഡിക്കേഷന്, 72 വയസ്സിൽ നമ്മളൊക്കെ എഴുന്നേറ്റ് നിൽക്കുമോ എന്ന് പോലും സംശയമാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ഇദ്ദേഹത്തിന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ദ അൾട്ടിമേറ്റ് മെഗാ സ്റ്റാർ ഷോ. ഏതായാലും ടർബോ ജോസച്ചായൻ തിയേറ്റർ പൂരപ്പുറമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബോക്സ് ഓഫീസിലെ റെക്കോർഡുകൾ കടപുഴുകി വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കളക്ഷൻസ് മഴയായിട്ട് കൂടി തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുള്ളാണ്. ലേറ്റ് നൈറ്റ് ആദ്യ ദിനം തന്നെ ലേറ്റ് നൈറ്റ് 224 ഷോസാണ് കേരളത്തിൽ അർദ്ധരാത്രി കേരളത്തിൽ കൊടുത്തത്. അതുപോലെ ടിക്കറ്റ് ബുക്കിങ്ങും വളരെ രീതിയിൽ ഫാസ്റ്റായിട്ട് പോകുന്നു. അപ്പം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കടപുഴുകി വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജോസച്ചായൻ കേരളത്തിലെ തിയേറ്ററുകളെ പൂരപ്പുറമ്പാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ദ അൾട്ടിമേറ്റ് മെഗാ സ്റ്റാർ ഷോ ടർബോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.